إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين ഏറെ ആദരവുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും അതിൻ്റെ ഗൗരവത്തിൽ ഉണർത്തുന്നു. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ, നമ്മുടെ പരിസരങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ആഘോഷിക്കുവാൻ വേണ്ടി. കഴിഞ്ഞ 1-2 ആഴ്ചകളായി നിരന്തരം മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ബറാഅത്തിന് രാവിലെ ചൊല്ലേണ്ടത്, രാത്രി ചൊല്ലേണ്ടത്, ഉച്ചയ്ക്ക് ചൊല്ലേണ്ടത്, അന്നുള്ള പ്രത്യേക വിഭവങ്ങൾ, അതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. മുഅ്മിനീങ്ങളായ മുവഹിദുകളായ നാം അറിഞ്ഞും അറിയാതെയും അത്തരമുള്ള ആചാരങ്ങളിൽ ഭാഗവാക്കാതിരിക്കുക എന്ന് നാം പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചതിനെപ്പറ്റി പല സൂറത്തുകളിലായി നമ്മോട് ഉണർത്തുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ആ സൂറത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നു, ലൈലത്തുൽ ഖദ്റിലാണ് നാം ഖുർആൻ അവതരിപ്പിച്ചത് എന്ന്. അത് തന്നെയാണ് ഹാമീം, സൂറത്തു ദുഖാനിൻ്റെ ആദ്യ ഭാഗം ഹാമീം വൽ കിതാബിൽ മുബീൻ, സ്പഷ്ടമായ കിതാബ് തന്നെയാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക, ബർക്കത്തുള്ള ഒരു രാത്രിയിലാണ് നാം അവതരിപ്പിച്ചത്. ഇന്നാ കുന്നാ മുൻദിരീൻ, തീർച്ചയായും നാം മുന്നറിയിപ്പ് നൽകുന്ന ആളുകൂടിയാണ് എന്ന് അല്ലാഹു, മുന്നറിയിപ്പ് നൽകുന്നവനുമാണ് എന്ന്. ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് ചില ആളുകൾ ഇത് ശഅബാൻ 15 രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഒരു ദഈഫായ ഹദീസ് അങ്ങനെയുണ്ട് എന്ന് പറയാറുണ്ട്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ല പറയുന്നത് നാം ഒന്ന് നോക്കുക. ഇന്നഹു അൻസലഹു ഫീ ലൈലത്തിൻ മുബാറക, തീർച്ചയായും ഖുർആൻ അവതരിപ്പിച്ചത് ലൈലത്തുൽ മുബാറക്കയിലാകുന്നു. വഹിയ ലൈലത്തുൽ ഖദ്ർ, അതാകട്ടെ ലൈലത്തുൽ ഖദ്റിലുമാണ്. വകാന ദാലിക ഫീ ശഹ്രി റമളാൻ, അത് റമളാൻ മാസത്തിലുമാണ് എന്ന് തഫ്സീർ ഇബ്നു കസീർ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കാര്യം അള്ളാഹു തന്നെ ഇത്ര വ്യക്തമാക്കി പറഞ്ഞിട്ടും ചില ആളുകൾക്ക്, ബിദ്അത്തിൻ്റെ ആളുകൾക്ക് അങ്ങനെയാണ്, അവർക്ക് വാശി കൂടും. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു തുമ്പുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹു പറഞ്ഞ ലൈലത്തുൽ മുബാറക എന്നതിൻ്റെ ഉദ്ദേശം അത് ബറാഅത്ത് രാവാണെന്നും അത് ശഅബാൻ 15 പറയുന്നത് ഖുർആനിൻ്റെ ഈ നസ്സിന് എതിരാണ് എന്ന് നാം ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇബ്നു കസീർ, വമൻ ഖാല, ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇന്നഹ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ,
അത് ശഅബാനിൻ്റെ പകുതിയിലാണ് എന്ന് വല്ലവനും പറയുന്നെങ്കിൽ കമാ റുവിയ അൻ ഇക്രിമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ, അങ്ങനെ ഒന്നുണ്ട് ഇക്രിമയിൽ നിന്ന്, ഫഖദ് അബ്അദൻ നജ്അ, അവൻ വാസ്തവത്തിൽ നിന്ന് വളരെ ദൂരമാണ്. ഫഇന്ന നസ്സൽ ഖുർആനി, തീർച്ചയായിട്ടും ഖുർആനിൻ്റെ നസ്സ് അന്നഹാ ഫി റമദാൻ, അത് റമദാനിൽ ആണ് എന്നുള്ളതാണ്. അങ്ങനെ ചില ദഈഫായ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുൻഗാമികളായ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിനുശേഷം ഭരണകർത്തം ഏറ്റെടുത്ത ഖുലഫാഉർ റാഷിദുകൾ, ഉത്തമ നൂറ്റാണ്ടുകാരായ ആളുകൾ, അവർക്കൊന്നും ഈ ബറാഅത്ത് അറിയില്ല. പിന്നീട് ആരോ കടത്തിക്കൂട്ടിയ ഒരു ആചാരത്തിന് പല ആളുകളും വല്ലാത്ത ബഹുമതിയോടുകൂടി അതിനെ വരവേൽക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഒരു വേള റമദാനിൻ്റെ നോമ്പിനേക്കാൾ ഇതിന് ശ്രേഷ്ഠതയുണ്ടോ എന്ന് തോന്നിപ്പോകും ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്തു തന്നു. അള്ളാഹുവിൻ്റെ തൗഹീദ് മനസ്സിലാക്കുവാനും സുന്നത്ത് മനസ്സിലാക്കാനും, പിന്നീട് ഒരിക്കലും ഈ സുന്നത്തിൽ നിന്ന്, ഈ തൗഹീദിൽ നിന്ന് നമ്മുടെ മനസ്സ് ചാഞ്ഞു പോകാതിരിക്കുവാൻ, അങ്ങോട്ട് ആകർഷിക്കപ്പെടാതിരിക്കുവാൻ നാം ദൃഢപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും നമ്മുടെ അയൽപക്കത്ത്, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ളതെല്ലാം കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ അതൊരു ചെറിയ കാര്യമല്ലേ, അത് സാരമില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് നാം എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം സൂക്ഷിക്കുക, നമ്മെയും നാം സൂക്ഷിക്കുക. കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഖുർആനിൽ നിന്നും വ്യക്തമായി ഖുർആൻ അവതരിച്ചത് റമദാനിൽ ആണ് എന്ന്. അതുകൊണ്ട് പുതിയതായ ബിദ്അത്തായ കാര്യങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക. അത് നമുക്ക് അപകടമാണ് ഉണ്ടാക്കുക എന്നുള്ളത് നാം ശ്രദ്ധിക്കുകയും ചെയ്യുക. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ മിൻ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ, ഈ ഇസ്ലാമിൽ ആരെങ്കിലും പുതിയതായി വല്ലതും കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് ബുഖാരിയിലുള്ള ഹദീസിലൂടെ ആയിഷ ബീബി നമുക്ക് പറഞ്ഞു തരുന്നു. വലഅന അല്ലാഹു മൻ ആബാ മുഹദിസ, മുസ്ലിമിലുള്ള മറ്റൊരു റിപ്പോർട്ടാണ്. പുത്തനാചാരം ഉണ്ടാക്കിയവന്, അഭയം നൽകിയവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അതിന് സൗകര്യം ചെയ്തു കൊടുക്കുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് ബിദ്അത്ത് അത് വെറുതെ അങ്ങനെ പറഞ്ഞു പോകേണ്ട കാര്യമല്ല. കാര്യം അപകടമാണ്. എല്ലാ ഖുത്ബകളിലും എല്ലാ പ്രസംഗങ്ങളിലും ആദ്യം ഖതീബുമാർ പറയുന്ന കാര്യമാണ് എല്ലാ ബിദ്അത്തും വലാലത്തിലാണ് എന്ന്, എല്ലാ ബിദ്അത്തും വഴിപിഴച്ചതാണ്. അതുകൊണ്ട് ബിദ്അത്തിൻ്റെ കാര്യത്തിൽ നാം പ്രത്യേകം സൂക്ഷിക്കുക. അതല്ലാത്ത ബിദ്അത്തിൻ്റെ ആളുകൾ ധാരാളമുണ്ട്, അവർക്കാണ് ഭൂരിപക്ഷം എന്നുള്ളത് കൊണ്ട് നാം അതിൻ്റെ കൂടെ കൂടാതിരിക്കുക. അള്ളാഹു നമുക്ക് നൽകിയ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി നാം സദാ ശ്രമിച്ചു കൊണ്ടിരിക്കുക. നല്ലതാണ് എന്ന് കരുതി ചെയ്യുന്ന ഇത്തരം നോമ്പും അതുപോലുള്ള നിസ്കാരങ്ങളും മറ്റുള്ള പാരായങ്ങളുമെല്ലാം ശിക്ഷ ലഭിക്കാൻ കാരണമാകുമെന്നുകൂടി നാം ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇന്ന് ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്നവർ പോലും ബറാഅത്ത് നോമ്പ് അത് സ്ഥിരപ്പെട്ട സുന്നത്തല്ല എന്ന് പറഞ്ഞു വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, നാം പല പ്രാവശ്യം കേട്ടതാണ്. സംസ്ഥയുടെ മൺമറഞ്ഞു പോയ ഒരു പ്രസിഡൻ്റായിരുന്നു കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഒരാൾ. ചോദ്യം ഇതാണ്, ചോദ്യകർത്താവിൻ്റെ പേരടക്കമുണ്ട്. ചോദിച്ചത് മൊയ്തു മുസ്ലിയാരാണ്. ബറാഅത്തിന് പ്രത്യേക നോമ്പ് സുന്നത്താണെന്ന് തൃക്കരിപ്പൂരിലെ ഒരു മുസ്ലിയാർ വാദിക്കുന്നു, മറ്റൊരു മുസ്ലിയാർ സുന്നത്തില്ല എന്നും വാദിക്കുന്നു. ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബിൻ്റെ ബലപ്പെട്ട അഭിപ്രായവും തീരുമാനവും വിവരിച്ച് എഴുതിത്തരുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു. സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിച്ചതാണ്. അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയാം. അമ്മാ സൗമു യൗമിഹ ഫഹുവ സുന്നത്തുൻ മിൻ ഹൈസു കൗനുഹു മിൻ ജുംലത്തിൽ അയ്യാമിൽ ബീദി. അന്ന് നോമ്പ് നോക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട്? അത് അയ്യാമുൽ ബീദിൽപ്പെട്ട ദിവസമാണ് എന്നുള്ളതുകൊണ്ട്. അയ്യാമുൽ ബീദ് എല്ലാ മാസവും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോക്കൽ സുന്നത്തുണ്ട്. പൗർണമി ദിനങ്ങളിൽ അയ്യാമുൽ ബീദിൻ്റെ നോമ്പ് എന്ന നിലയിൽ അത് നോക്കൽ സുന്നത്താണ്. ലാ മിൻ ഹൈസു ഖുസൂസിഹി, അതിന് ആ ദിവസത്തിൻ്റെ പ്രത്യേകത ബറാഅത്താണ് എന്നുള്ള പ്രത്യേകത കൊണ്ടൊരു നോമ്പില്ല. വൽ ഹദീസു അൽ മദ്കൂറു അൻ ഇബ്നു മാജ, ഇബ്നു മാജയിൽ നിന്ന് ഇത് പ്രസ്താവിക്കുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസ് ലഈഫുൻ,
അത് ദഈഫാണ് എന്ന്. അന്ന് നോമ്പില്ല, പ്രത്യേകിച്ച് ബറാഅത്ത് നോമ്പ് എന്നുള്ളൊരു നോമ്പ് ഇല്ല എന്ന്. നമുക്കൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഇത്ര കാർക്കശ്യമില്ലായിരുന്നു ബറാഅത്ത് നോമ്പ് എന്നുള്ളൊരു നോമ്പിനെ പറ്റി ഞങ്ങൾക്ക് ഉസ്താദ്മാർ പറഞ്ഞു തരുമ്പോൾ. ഇങ്ങനത്തെ ഒരു നോമ്പ് പ്രത്യേകിച്ച് അത് നോക്കുക തന്നെ വേണം, അത് നോറ്റിട്ടില്ലെങ്കിൽ എന്തോ ബിദ്അത്തിൻ്റെ ആളുകളായി പോകും എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു നോമ്പ്. അപ്പം ലൈലത്തുൽ ഖദ്റിനേക്കാൾ പോർച്ചയായിട്ട് പല ആളുകളും ഇതിനെ എണ്ണുമ്പോൾ നാം അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ ഇത് മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ പറ്റി ചിന്തിക്കും, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കുകയും ചെയ്യുക. ശഅബാൻ 15 ഖുർആൻ ഇറങ്ങിയ രാവാണ് എന്ന് പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ് എന്ന് നാം മനസ്സിലാക്കുക, അത് അനാചാരമാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. അള്ളാഹുവോ റസൂലോ പ്രത്യേകത കൽപ്പിക്കാതെ ദിവസത്തിന് പ്രത്യേകത കൽപ്പിക്കുന്നു. ഒന്നാമത് തെറ്റ്. അള്ളാഹും റസൂലും പ്രത്യേകത കൽപ്പിക്കാത്തൊരു ദിവസത്തിന് പ്രത്യേകത കൽപ്പിക്കുന്നു. നബിയോ സഹാബത്തോ അനുഷ്ഠിച്ചിട്ടില്ലാത്ത നോമ്പ്, ആ നോമ്പ് നോക്കുന്നു. നബി നോറ്റിട്ടില്ല ഈ നോമ്പ്, സഹാബത്തും നോറ്റിട്ടില്ല, സച്ചരിതരായ മുൻഗാമികൾക്കാർക്കും ഈ നോമ്പ് പരിചയമില്ല. പിന്നീടെപ്പോഴോ സൂഫികളിലൂടെ കടന്നുകൂടിയൊരു നോമ്പിന് വളരെ മഹത്വം നൽകിക്കൊണ്ട് ആളുകൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നത് നോക്കൂ, ഇസ്ലാമിനെ ഈമാനിനെ പൂർണ്ണമാക്കിക്കൊണ്ട് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് ഈ ദിവസം ഹജ്ജത്തുൽ വദാഇൻ്റെ ദിവസം, ഇന്ന് ഈ ദിവസം നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നിരിക്കുന്നു. പൂർണ്ണമായ ഒരു ദീനിൽ ഇനിയൊന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ല. ശേഷം അതിൻ്റെ വ്യാഖ്യാനത്തിൽ മുൻഗാമികളായ ആളുകൾ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നു, ഫമാലം യകുൻ യൗമഇദിൻ ദീനൻ ലാ യകൂനുൽ യൗമ ദീന. അന്നേ ദിവസം ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല. വലാ യസ്ലിഹുൽ ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ മാ സലഹ ബിഹി അവ്വലുഹാ. മുൻഗാമികൾ എങ്ങനെയാണോ നന്മയിലായത് അതുകൊണ്ടല്ലാതെ പിൻഗാമികളാരും നന്മയിലാവുകയുമില്ല എന്ന്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക, എല്ലാ അനാചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നോക്കൂ, അൽ ഇഖ്തിസാദു ഫി സുന്നത്തി ഖൈറും മിൻ ഇജ്തിഹാദിൽ ബിദ്അ. സുന്നത്തിൽ നിലനിൽക്കുക എന്നുള്ളത്, സുന്നത്തായ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയായ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളത് ഖൈറുൻ, അത് ഖൈറായതാണ്, മിനൽ ഇജ്തിഹാദിൽ ബിദ്അ. ബിദ്അത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഏറെ പരിശ്രമിക്കുന്നതിനേക്കാൾ ബിദ്അത്ത് ചെയ്യുവാൻ വേണ്ടി ധാരാളം പരിശ്രമമാണ്. സുന്നത്തിന് അങ്ങനത്തെ പരിശ്രമമില്ല. അതുകൊണ്ട് ബിദ്അത്ത് ചെയ്യുക എന്നുള്ളത്, ആ അനാചാരത്തിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ എല്ലാ ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കുന്ന നമ്മളെ ബിദ്അത്തിൻ്റെ ആളുകൾ എന്ന് പലരും പറയും. അത് നാം മുഖവിലക്കെടുക്കാതിരിക്കുക, സുന്നത്തിൻ്റെ ആളുകളായി പൂർണ്ണമായി നാം മാറുക. അള്ളാഹുവിനെയും റസൂലിനെയും പൂർണ്ണമായി പിൻപറ്റി സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി മുത്തക്കീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇന്ന് ഫെബ്രുവരി 14 ലോകമെമ്പാടും ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് വാലന്റൈൻസ് ഡേ. നമ്മുടെ നാടുകളിലും പ്രചാരത്തിലുണ്ട്. പല ആളുകളും ഇന്നലെ മുതൽ, കഴിഞ്ഞ ആഴ്ച മുതൽ തിക്കും തിരക്കുമാണ് ചില ഫാൻസി കടകളിൽ സമ്മാനം കൊടുക്കുവാനുള്ള കാർഡുകൾ വാങ്ങാൻ വേണ്ടി, അതല്ലെങ്കിൽ പരസ്പരമുള്ള മെസ്സേജുകൾ അയക്കാൻ വേണ്ടി. ഇത് എന്താണ് എന്നറിയാത്ത ആരോ ഒരു വയസ്സന് ഒരാൾ എനിക്കും വിട്ട് തന്നിട്ടുണ്ട്, ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന്. അയച്ചാക്കും അറിയില്ല എന്താ അയച്ചതെന്ന്. എനിക്ക് വന്നിട്ടുണ്ട്, ഒരു കുടുംബ ഗ്രൂപ്പിൽ നിന്ന് വന്നതാണ്. എന്താണ് അതൊന്നും അറിയില്ല. എല്ലാവരും അയക്കുന്നത്, കിട്ടിയതെല്ലാം ഇങ്ങനെ നാം ഷെയർ ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ സ്വഭാവമായി മാറി. വാലന്റൈൻസ് ഡേ ഏതോ
AD 210 ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കഥയാണ് വാലന്റൈൻസ് എന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ. ആ കാലത്തുള്ള രാജാവ് നിക്കോളസ് രാജാവ് അന്നുണ്ടായിരുന്ന പട്ടാളക്കാർക്ക് വിവാഹം നിഷിദ്ധമാക്കി. വിവാഹം കഴിച്ച് കുട്ടികളും ഭാര്യയും മക്കളുമൊക്കെ ആയാൽ യുദ്ധത്തിന് താല്പര്യമുണ്ടാവുകയില്ല, രാജസുരക്ഷയ്ക്കതൊരു ഭീഷണിയാകുമെന്ന് കരുതി. കഥയാണിത്. അങ്ങനെ അവരെ വിവാഹം കഴിക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ വാലന്റൈൻ എന്ന ഈ പുരോഹിതൻ അറിയാതെ ഒളിച്ചുകൊണ്ട് പലർക്കും ചർച്ചിൽ വെച്ച് നിക്കാഹ് ചെയ്തു കൊടുത്തു എന്നാണ് ഒരു കഥ. വിവാഹം ചെയ്തു കൊടുത്തു എന്നാണ് ഒരു കഥ. മറ്റൊരു കഥയിൽ ഈ കഥകൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെ അയാളുടെ പേരിൽ ആചരിക്കപ്പെടുന്ന ദിവസമാണ് വാലന്റൈൻസ് ഡേ എന്ന് മറ്റൊരു കഥ. അങ്ങനെ ഇയാൾ ജയിലിലായപ്പോൾ ജയിൽ വാർഡിൻ്റെ മകൾക്ക് കണ്ണ് കാണില്ല, അന്ധയായിരുന്നു. അങ്ങനെ ഇയാൾ അത്ഭുത സിദ്ധി കൊണ്ട് ആ പെണ്ണിന് കാഴ്ച ശക്തി തിരിച്ചു കൊടുത്തു എന്നാണ്. അതിൽ സന്തുഷ്ടനായി ഇവർ തമ്മിൽ പ്രണയത്തിലായി, പ്രേമികളായി. അങ്ങനെ പരസ്പരം കത്തുകൾ കൈമാറി. അവസാനം ഈ ഫെബ്രുവരി 14 ഇയാൾ മരണപ്പെട്ടുകയോ തൂക്കിലേറ്റുകയോ ചെയ്തു. അങ്ങനെ ആ ദിവസം അങ്ങനെ പല 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 കഥകളും പറഞ്ഞു കേൾക്കുന്നു. ആർക്കും കഥകൾ പറയുന്ന ആളുകൾക്ക് തന്നെ എന്താണ് വാലന്റൈൻസ് ഡേ എന്നറിയില്ല. അന്ന് പ്രേമിക്കുവാൻ വേണ്ടിയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് ആണും പെണ്ണും വ്യത്യാസമില്ലാതെ സദാചാരവും അനാചാരവും ഏതാണെന്ന് നോക്കാതെ യുവാക്കളും യുവതികളും ചിലപ്പോൾ വയസ്സന്മാരൊക്കെ ഇങ്ങനെ പാർക്കിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. കാർഡുകൾ അയക്കുന്നു, മെസ്സേജുകൾ അയക്കുന്നു, വല്ലതും അയക്കുന്നു. വിവാഹത്തിന് മുമ്പ് നടക്കുന്ന ഇങ്ങനെയുള്ള എല്ലാ പ്രണയങ്ങളും അത് അനാചാരമാണ്. ഇസ്ലാം അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ശുദ്ധ തമ്മാടിത്തരമാണെന്ന് ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുകയും ചെയ്യുന്നു. നാം പ്രണയിക്കണം. എപ്പം പ്രണയിക്കണം? ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. വിവാഹം കഴിച്ച് ഭാര്യനെ പ്രണയിക്കുക. അതിന് പ്രത്യേകിച്ചൊരു ദിവസം, എല്ലാ ദിവസവും പ്രണയിക്കാം. എല്ലാ ദിവസവും നിക്കാഹ് ചെയ്ത് മുതൽ മരിക്കോളം എല്ലാ ദിവസവും പ്രണയിക്കുക. ഒരു ദിവസം പ്രണയമില്ലാതിരിക്കാൻ പാടില്ല. സ്നേഹിക്കുക എന്നാണ്. വമിൻ ആയാത്തിഹി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് അവൻ ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. എന്ന് ലിതസ്കുനു ഇലൈഹ, അവരിലേക്ക് നിങ്ങൾക്ക് സമാധാനമടയുവാൻ വേണ്ടി, ആ സമാധാനം ലഭിക്കുവാൻ വേണ്ടി. വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ, അവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാകുവാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ചതാണ് ഈ വിവാഹം എന്നുള്ളത്. ഭാര്യയാവുക, ഭർത്താവുക എന്നൊക്കെ ഉള്ളത്. അതിനുശേഷം ഈ സ്നേഹം എപ്പോഴാണ് അള്ളാഹു പറയുന്നത്? ഈ പ്രണയം എപ്പോഴാണ്? അസ്വാജ് സൗജത്ത് ആയതിന് ശേഷമാണ്. വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാകാൻ വേണ്ടി. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ, അതൊക്കെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. ഏത് ഡേ വന്നാലും അപ്പം നമ്മുടെ ആളുകൾ അത് എന്താണ്, ഇസ്ലാമികമായി അതിൻ്റെ മാനം എന്താണ്, അത് പാടുണ്ടോ പാടില്ല, അത് ഹറാമാണോ അത് ഹലാലാണോ എന്നൊന്നും നോക്കാറില്ല. വെറുതെ ഇങ്ങനെ ഇനി ഒരു സമ്മാനവും നമ്മൾ നൽകിയില്ല, വെറുതെ ഇങ്ങനെ ഒരു മെസ്സേജ്, ആരോ നമുക്ക് അയച്ചൊരു മെസ്സേജ് നാം മറ്റാർക്കോ ഇങ്ങനെ അയച്ചു. ഇതൊരു ഡേ. ബറാത്തിന് നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ വാലൻസ് ഡേ അതുണ്ടോ? ഏതോ ഒരു കഥകൾ ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അനാചാരമാണ് എന്ന് മനസ്സിലാക്കുക. നാം അതിൽ നിന്ന് മാറുന്നു. ചില ആളുകൾക്കൊക്കെ ഇതൊരു തമാശയാണ്, ഒരു കളിയാണ്. ഇസ്ലാം എന്നാൽ ഒരു കളിയും തമാശയുമല്ല, അത് ഗൗരവമായി നമ്മുടെ ഭാവികാല ജീവിതത്തിന്, മരണാനന്തര ജീവിതത്തിന് അടിത്തറവാകാൻ വേണ്ടിയാണ് അള്ളാഹു നമുക്ക് ഈ ലോക ജീവിതം തന്നത്. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, നാം ഇവിടെ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കണം. ആഖിറത്തിൽ നന്മയോടുകൂടി ജീവിക്കുക, ആഖിറത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള കൃഷിയിടമാണ്. നന്മകൾ ചെയ്യുവാനുള്ള, നന്മകൾ വിത്തിടേണ്ടുന്ന ഇടമാണ് ഈ ദുനിയാവ് എന്ന് മനസ്സിലാക്കുകയും എല്ലാ ഇങ്ങനെയുള്ള അനാവശ്യമായ ആചാരങ്ങളിൽ നിന്ന്, അത് ബറാഅത്തായ ആചാരമാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ആചാരങ്ങളാകട്ടെ, വാലൻസ് ഡേ പോലുള്ള ആചാരങ്ങളാകട്ടെ, എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ഹനീഫൻ മുസ്ലിമൻ, വക്രതയില്ലാതെ ശുദ്ധ
ശുദ്ധമായ മുസ്ലിമായിക്കൊണ്ട് കീഴൊതുങ്ങനായി ജീവിക്കുക. അപ്പോഴാണ് നാം അള്ളാഹുവിന് ചെയ്യുന്ന പ്രതിജ്ഞ അത് സത്യമാവുക. ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്ക്, ഞാൻ ശരിയായ ഋജുമനസ്കനായ മുസ്ലിമായിക്കൊണ്ട് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു, ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല എന്ന് പറഞ്ഞില്ല നാം. അള്ളാഹുവിന് മുമ്പിൽ നാം ചെയ്യുന്ന പ്രതിജ്ഞ അത് സഫലമാകുക, അത് യഥാർത്ഥമാകുക. നാം അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് കീഴൊതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ് മുസ്ലിം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. പേരുകൊണ്ടല്ല നാം കീഴൊതുങ്ങുക. അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകൾക്കും അവൻ്റെ പ്രവാചകൻ്റെ എല്ലാ കൽപ്പനകൾക്കും സറണ്ടർ ആവുക, കീഴൊതുങ്ങി ജീവിക്കുക. അങ്ങനെയുള്ള ശരിയായ മുസ്ലിങ്ങളിൽ മുത്തക്കിങ്ങളിൽ മുവഹിദുകൾ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കഴിഞ്ഞ കാല ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മറഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വരാനിരിക്കുന്ന റമളാനിൽ കൂടുതൽ ഊർജ്ജസ്വലരായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുവാനുള്ള ആരോഗ്യവും തൗഫീഖും ചെയ്ത് അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.